വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ സതീശൻ കാർമാർഗമാണ് കൊല്ലൂരിലേക്ക് പോയത്. കർണാടക മുൻ കോൺഗ്രസ് MLA മാർ ചേർന്ന് സതീശനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേർന്നു. രതീഷ്, എന്താണ് സന്ദർശനത്തിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? ശബരി, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കേവലം ഒരു ക്ഷേത്ര സന്ദർശനമായി വി ഡി സതീശൻ്റെ ഈ ക്ഷേത്ര സന്ദർശനം കാണാനാവില്ല. അത് വലിയ ആത്മവിശ്വാസം, UDF-ൻ്റെ വലിയ വിജയത്തിലുള്ള ആത്മവിശ്വാസത്തിൽ തുടർച്ച തന്നെയാണ് വി ഡി സതീശൻ്റെ കൊല്ലൂർ മൂകാംബികയിലെ ഈ ക്ഷേത്ര ദർശനം എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് അദ്ദേഹം മംഗലാപുരത്തെത്തിയത്. തുടർന്ന് അവിടുത്തെ മുൻ MLA-മാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം വൈകിട്ട് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ ശേഷം ഇന്ന് രാവിലെയാണ് കാസർഗോഡ് നിന്ന് വന്ദേമാതരം ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. എന്തായാലും മുതിർന്ന നേതാക്കൾ, വളരെ അടുത്ത നേതാക്കൾ മാത്രമേ ഈ സന്ദർശനം അറിഞ്ഞിട്ടുള്ളൂ. വളരെ സ്വകാര്യ സന്ദർശനം എന്നൊക്കെ പറയാമെങ്കിലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട് ഈ സന്ദർശനത്തിന്. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നയിക്കുന്ന UDF മുന്നണിയാണ് വിജയത്തിൽ വരിക എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അത്തരം ചില സൂചനകൾ, എക്സിറ്റ് പോളുകൾ അടക്കം നൽകിയ സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാവും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അത് തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സതീശൻ്റെ ഒരു ഇടപെടൽ, അതിന് വിശ്വാസപൂർവ്വം അതിന് അദ്ദേഹം നൽകുന്ന ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ സന്ദർശനത്തെ കാണേണ്ടത്. സ്വകാര്യ സന്ദർശനത്തിന് അപ്പുറം വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തിൻ്റേത് കൂടെ സന്ദർശനമായി അങ്ങനെ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ശ്യാമിലി. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.